സാധാരണ രീതിയിൽ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ ജയിക്കുക, തോക്കുക, ആ സമയത്തൊക്കെ പാർട്ടി സെക്രട്ടറിന് ശേഷം വന്ന് മാധ്യമങ്ങൾ കാണുമ്പോൾ സാധാരണ രീതിയിൽ കാണാറുള്ളത് ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ഇത്ര പെർസെൻറ്റേജ് വോട്ട് കിട്ടി, അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് വോട്ട് കൂടി, ഇത്ര വോട്ട് കൂടി എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കാറുണ്ട്. വലിയ തോൽവി ഉണ്ടായിട്ടില്ല, അടിത്തറ ഒലിച്ചു പോയിട്ടില്ല. പക്ഷേ ഈ കുറി ഗോവിന്ദ മാഷ് അങ്ങനെ ഒരു ശ്രമത്തിൽ പോയിട്ടില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഏറ്റവും മോശം വോട്ടാണ്, മോശം വോട്ട് പെർസെൻ്റ് ആകുമ്പോഴും ഇതിലും താഴെയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. എങ്കിൽ പോലും തോൽവി അംഗീകരിച്ചതായി തോന്നുന്നുണ്ടോ CPM? നോക്കൂ, CPM തോൽവി അംഗീകരിച്ചതായിട്ട് അവർ വ്യക്തമാക്കാത്ത സാഹചര്യത്തിൽ നമുക്കതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. കാരണം അവർ പറഞ്ഞത്, ഇപ്പോൾ ശ്രീ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞെന്താ വെച്ചാൽ സെക്രട്ടേറിയറ്റ് യോഗത്തിനിടയിൽ ഇറങ്ങി വന്നൊന്നുമല്ലേ. അപ്പോൾ സെക്രട്ടേറിയറ്റ് പരിശോധിച്ചുകൊണ്ട് ഒരു തീർപ്പാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് അവസാനിച്ചോ എന്ന് എനിക്കറിയില്ല സെക്രട്ടേറിയറ്റ് യോഗം. എന്തായാലും അവർ ഒരു രക്ഷപ്പെടൽ തന്ത്രം എന്ന് എടുത്തിട്ടുണ്ട്. കാരണം ബ്രാഞ്ചിലുള്ള പ്രവർത്തകരെ കേൾക്കാൻ തീരുമാനിച്ചു. ഏത് പ്രവർത്തകർ, എത്ര പ്രവർത്തകർ വരുമെന്നൊരു സർവേ നടത്താനുള്ള ഒരു ലക്ഷ്യമാണ് അതിൻ്റെ പിന്നിലെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഈ മഴക്കാലമാണ്, മെയ് ജൂൺ മാസം. അപ്പോൾ ആ കാലത്തൊക്കെ എത്ര പാർട്ടി പ്രവർത്തകർ ഞങ്ങളുടെ ബ്രാഞ്ച് കമ്മിറ്റി യോഗത്തിൽ വരുന്നുണ്ട്, ഇനി ആരെങ്കിലും വരാതെ പോകുന്നുണ്ടോ, അതോ ഈ G. സുധാകരൻ്റെയും TK ഗോവിന്ദൻ്റെയും കുഞ്ഞികൃഷ്ണൻ്റെയൊക്കെ പിന്നാലെ ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടോ, ഇതിൻ്റെ തലയെണ്ണിൽ എടുക്കാൻ വേണ്ടിയുള്ളൊരു സർവേ എന്നുള്ള സൂത്രം പ്രയോഗിക്കാനാണ് അവർ ഈ തുറന്ന പറച്ചിൽ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. അജിംസ് വിചാരിക്കുന്നുണ്ടോ CPMൻ്റെ ബ്രാഞ്ച് കമ്മിറ്റിയിലെ പ്രവർത്തകൻ വന്നിട്ട് പാർട്ടിയെ വിമർശിക്കുമെന്ന്? പിറ്റേന്ന് അയാൾ ബ്രാഞ്ചിലുണ്ടാവില്ല. ഇനി എന്താണെന്ന് വെച്ചാൽ, അല്ല വേറൊരു കാര്യം ചെയ്യണം, ഒരു ചുക്കുമില്ല ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ എന്ന രീതിയിൽ പ്രവർത്തകർ വരണം. അതിപ്പോൾ അതിനാരും മെനക്കെടുമെന്ന് തോന്നുന്നില്ല. ആ കാരണം വെച്ചാൽ പാർട്ടി അങ്ങനത്തെ രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇത് സത്യാവസ്ഥയോടെ, അതായത് ഇത് വളരെ ആത്മാർത്ഥതയോടെ ഈ തോൽവിയെ വിശദീകരിക്കാൻ പറ്റാത്തത് ഒരുപക്ഷെ സെക്രട്ടേറിയറ്റിലെ പിണറായി വിജയൻ്റെ സാന്നിധ്യമായിരിക്കും. ഒരുപക്ഷെ അദ്ദേഹം ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു കൃത്യമായിട്ട് ഒരു ചർച്ചയൊക്കെ നടത്തുമായിരിക്കാം. ഇവിടെ മറ്റേ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞല്ലോ, അതായത് സംഘടനാ ശൈലിന്ന് അത് പോയി. കഴിഞ്ഞ 10 വർഷമായിട്ട് ഓർഗനൈസേഷണൽ എത്തിക്സ് എന്നുള്ളത് CPMൽ ഇല്ലാതായിപ്പോയി. അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത്. ഈ ഓർഗനൈസേഷണൽ എത്തിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിപ്പിക്കുകയല്ല, അതായത് കൂട്ടായ തീരുമാനം വേണമെന്നുള്ളതാണ്, ഒറ്റയ്ക്ക് തീരുമാനിക്കരുതെന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ഘടകം ഓർഗനൈസേഷണൽ എത്തിക്സിൻ്റെ. ഇവിടെ കൂട്ടായ തീരുമാനം ഇല്ലാതായിപ്പോയല്ലോ. ഇവിടെ ഒറ്റയ്ക്കല്ലേ തീരുമാനം വന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് PM ശ്രീ പദ്ധതിയുടെ ഒപ്പിടലുമായി ബന്ധപ്പെട്ട് നടത്തിയത്. പാർട്ടി അറിഞ്ഞിട്ടില്ലല്ലോ അത്. അതുകൊണ്ടാണല്ലോ പിന്നെ തിരുത്തേണ്ടി വന്നത്. അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ ചർച്ചയ്ക്ക് പോകുന്നില്ല.